ഏതു മാർഗത്തിലൂടെയും ആക്രമിക്കാൻ ഇപ്പോൾ തക്കം പാർത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആകട്ടെ ഇന്ത്യക്ക് നേരെ വലിയ രീതിയിൽ പ്രകോപനകരമായ വെല്ലുവിളി നടത്തി രംഗത്ത് വന്നിരുന്നു. ഇവിടെ ഇന്ത്യയിൽ കൊൽക്കത്ത വരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണിയായിരുന്നു മുഴക്കിയതും. എന്നാൽ ഇനിയും ഇന്ത്യയെ കരയിലൂടെ തന്നെ ആക്രമിക്കാൻ മുതിർന്നാൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യ മടിക്കില്ല എന്ന ഭയം നിലനിൽക്കെ തന്നെയാണ് വീണ്ടും ഇന്ത്യക്ക് നേരെ പ്രകോപനകരമായ വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വരുന്നത്. എന്നാൽ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിയാണ് പാകിസ്ഥാൻ വീണ്ടും ഓരോ പദ്ധതികൾ തയ്യാറാക്കുന്നത്. രഹസ്യമായി കടലിലൂടെ അവിടെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശക്തി ആർജിക്കുകയാണ് പാകിസ്ഥാന് എന്നും പേടി സ്വപ്നമാണ് ഇന്ത്യയുടെ നാവികസേന. ഇതിന് പ്രധാന കാരണം ഇന്ത്യൻ നാവികസേനയുടെ ആ ശത്രു നീക്കങ്ങളെ മണത്തറിയുവാനും അതിന് വിധം തന്നെ അവിടെ വലിയ രീതിയിലുള്ള ശക്തമായ ആക്രമണം നടത്താനും ഇവിടെ കഴിവുള്ള അല്ലെങ്കിൽ അതിന് കഴിയുന്നു എന്നതാണ്, അല്ലെങ്കിൽ ആ കഴിവ് അതിന് ഉണ്ട് എന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ആകട്ടെ നടുക്കടലിൽ വലിയ രീതിയിൽ ഇവരുടെ ചാരക്കപ്പലുകളെ അയച്ചുകൊണ്ട് വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. പാകിസ്ഥാനെ നടുക്കിയ ഇന്ത്യൻ നാവികസേനയുടെ ഒരു കഥ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2021 ഫെബ്രുവരിയിലാകട്ടെ പാകിസ്ഥാൻ ഇന്ത്യൻ നാവികസേനയുടെ രഹസ്യം ചോർത്താൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഫ്രാൻസിൽ നിന്നും വാങ്ങിയ PNS സാദ് എന്ന മുങ്ങിക്കപ്പൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേനയുടെ രഹസ്യങ്ങൾ ചോർത്തുക എന്നതായിരുന്നു ഇതിലെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ഇന്ത്യയുടെ ആ ഒരു നാവികസേനയുടെ ചലനങ്ങൾ അത് നിരീക്ഷിക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ നാവികസേന ഇത് അവിടെ കാണുന്നില്ല എന്നതായിരുന്നു പാകിസ്ഥാൻ അവിടെ വിചാരിച്ചത്. എന്നാൽ പക്ഷേ ഈ മുങ്ങിക്കപ്പലിനെ ഇന്ത്യയുടെ INS കൊൽക്കത്ത, INS ചൈന എന്നീ ഗ്രനൈറ്റ് മിസൈൽ ആകട്ടെ ഈ ഒരു രീതിയിൽ ഇവയെ കണ്ടെത്തുകയും INS കാൽവാരി എന്ന യുദ്ധക്കപ്പലും ജാഗ്രതയോടെ തന്നെ വലിയ രീതിയിൽ അവിടെ നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് പാകിസ്ഥാൻ മുങ്ങിക്കപ്പൽ അറിയുന്നില്ല എന്നതായിരുന്നു മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. പക്ഷേ പാകിസ്ഥാൻ മുങ്ങിക്കപ്പൽ അറിയാത്ത മറ്റൊരു നീക്കം ഇന്ത്യൻ നാവികസേന അവിടെ നടത്തുകയും ചെയ്തിരുന്നു. അതായത് ആകാശത്ത് മുങ്ങിക്കപ്പലുകളെ വേട്ടയാടുന്ന കഴുകൻ എന്ന് അറിയപ്പെടുന്ന P-8I പെനഡേറ്റർ എന്ന യുദ്ധവിമാനം കടലിനടിയിൽ തന്നെ ആരും അറിയാതെ മുങ്ങിക്കിടന്നുകൊണ്ട് ഇന്ത്യൻ നാവികസേനയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ആ മുങ്ങിക്കപ്പലിന്റെ സ്ഥാനം കൃത്യമായി തന്നെ അടയാളപ്പെടുത്താൻ സാധിച്ചു എന്നതാണ്. ഇതനുസരിച്ചുകൊണ്ട് ഇന്ത്യയുടെ INS കൊൽക്കത്ത, അതുപോലെ തന്നെ INS ചൈന എന്നീ ഗ്രനൈഡ് മിസൈൽ അതാകട്ടെ വലിയ രീതിയിൽ പിന്നീട് ഇവയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും എല്ലാ തലങ്ങളിലൂടെ തന്നെ കടലിനടിയിലെ 3 തലങ്ങളിലായി തന്നെ വിന്യസിപ്പിക്കുകയും ചെയ്തു. ഇത് ഒരു അതായത് അതിനെ ആക്രമിക്കാൻ ഒരു വിരൽ ഞൊടിച്ചാൽ അതിനെ ആക്രമിച്ച് തകർക്കുമെന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഈ മുങ്ങിക്കപ്പലിനെ ഭസ്മമാക്കുമെന്നതിലും സംശയമില്ല. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഭയക്കുകയും ഇന്ത്യയുടെ സമുദ്ര അതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാവികസേനയോട് മാപ്പ് ചോദിക്കേണ്ട ഗതികേട് പോലും പാകിസ്ഥാന് ആ സമയത്തുണ്ടായിരുന്നു. ഒടുവിൽ ഇന്ത്യൻ നാവികസേന അനുഭവം വലിയ രീതിയിൽ ഇത്തരത്തിൽ ഇവർ പങ്കുവയ്ക്കുകയും ഒപ്പം തന്നെ ഇന്ത്യൻ നാവികസേന ഇവർക്കൊരു അനുവാദം നൽകിയതോടുകൂടി തന്നെ ഈ പാകിസ്ഥാൻ മുങ്ങിക്കപ്പൽ കറാച്ചിയിലേക്ക് പിന്നെ അവിടെ പോവുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ എന്നെന്നും ഇന്ത്യൻ നാവികസേനയുടെ ഒരു കരുത്തോർത്ത് ഇപ്പോഴും നടുങ്ങുന്നുണ്ട് എന്നതും മറ്റൊരു വാസ്തവമാണ്. എന്നാൽ അതുകൊണ്ടൊന്നും തന്നെ ഇവിടെ വലിയ രീതിയിൽ ഇന്ത്യയെ തകർക്കാൻ ഇനി ഇവർക്ക് സാധിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ത്യൻ നാവികസേന ഓപ്പറേഷൻ സിന്ധൂറിൽ അവരുടെ പണി തുടങ്ങാൻ പോകുന്നതിന് മുൻപേ തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിൽ അവിടെ ഇന്ത്യയോട് വെടിനിർത്തലിനായി തന്നെ യാചിക്കുകയും അവിടെ നിന്നും പിന്മാറേണ്ട ഒരു ഗതി വന്നതായി തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.